ഒന്ന് രണ്ട് ദിവസങ്ങളിലായി കേരളത്തെ വിറപ്പിച്ച അഭിനയ കുലപതി ആരോഗ്യമന്ത്രി വീണ ജോർജിന് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. KSU ആണ് അവാർഡ് നൽകിയിരിക്കുന്നത്. അവാർഡായി അവർ നൽകുന്ന ട്രോഫിയും മെഡിക്കൽ നെക്ക് കോളറും തപാൽ വഴി മന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. വായുവിൽ പരിക്കേറ്റ മികച്ച അഭിനയ മന്ത്രിക്കുള്ള അവാർഡ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൂരിൽ നിന്നുള്ള ഫർഹാൻ മുണ്ടേരിയുടെ നേതൃത്വത്തിലാണ് ഈ ട്രോഫി അയച്ചു കൊടുത്തിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വായുവിലൂടെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നും അങ്ങനെയുള്ളവർക്ക് അവാർഡ് നൽകിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണെന്നും KSU പരിഹസിക്കുന്നു. നല്ല അഭിനയം കാഴ്ചവെച്ചുവെന്നും അതിനുശേഷം വിശ്രമത്തിലാണെന്നും പറഞ്ഞ് KSU കാത്തു നിൽക്കില്ല. തിരുവനന്തപുരത്തും KSU സമരവുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ആരോഗ്യമന്ത്രിയെ വിട്ട് കളിയില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് KSU വിദ്യാർത്ഥി പ്രസ്ഥാനം. അപ്പോൾ വിദ്യാഭ്യാസവും ഈ ആരോഗ്യവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട്. അതൊരു ധാർമ്മിക സമരമാണ്. സ്ത്രീകളെയെല്ലാം അമ്മയ്ക്ക് സമാനമായി കാണുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ തുടരെ ഈ ആരോഗ്യമന്ത്രിയും സംഘവും കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടി അമ്മമാരെ മുഴുവൻ ദ്രോഹിക്കുന്ന ഒരു നടപടിക്കെതിരെയാണ് അവർ സമരം ആരംഭിച്ചത്. അത് വലിയ പ്രതിഷേധമായി മാറുകയായിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തെ ആദ്യം ഒരു തെരുവ് ഗുണ്ടയെ പോലെ മന്ത്രി നേരിടുകയും പിന്നീട് അവർ അഭിനയം തുടരുകയും ചെയ്തതാണ് കണ്ടത്. കരിങ്കൊടിയുമായി വരുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം ICUവിലായതുകൊണ്ടാണെന്നും അവാർഡ് നൽകിക്കൊണ്ട് KSU വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ അവാർഡിന് അർഹയായത് അഭിനയം കൊണ്ടാണ് എന്നിരിക്കെ ഈ അഭിനയത്തിന് പിന്നിലുള്ള രഹസ്യമറിയാനും KSU തിരക്ക് കൂട്ടുകയാണ്. ഈ മന്ത്രിക്ക് ചികിത്സ നൽകിയത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ സർക്കാരിനോട് പുറത്തുവിടണമെന്ന് KSU ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ പിണറായി വിജയൻ പോലീസിന്റെ റിപ്പോർട്ടും മന്ത്രി പറയുന്നതും പച്ചക്കള്ളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട്. അപ്പോഴാണ് ഇതിലെ രഹസ്യമറിയാൻ KSU തിരക്ക് കൂട്ടുന്നത്. അഭിനയ മന്ത്രിയുടെ പ്രവൃത്തികൾക്ക് പൊതുസമൂഹം മറുപടി നൽകണമെന്നും KSU ആവശ്യപ്പെടുന്നു. ആരോഗ്യമന്ത്രിയുടെ വ്യാജ പ്രസ്താവനയ്ക്ക് പിന്നാലെ പോലീസ് പിന്തുണയിൽ അക്രമ പരമ്പരകൾ ഇങ്ങനെ കേരളത്തിൽ അഴിച്ചുവിടുകയാണ്. അതിന് മുഴുവൻ ഇരയാകുന്നത് KSU നേതാക്കളാണ്, വിദ്യാർത്ഥികളാണ്. ആരോഗ്യമന്ത്രിയെ 1-ാം പ്രതിയാക്കിയും CPM സംസ്ഥാന സെക്രട്ടറിയെ 2-ാം പ്രതിയാക്കിയും ഈ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരാളുടെ അഭിനയം കൊണ്ടുമാത്രം കേരളം ഒരു കലാപഭൂമിയായി മാറിയിരിക്കുന്നതിൽ അവാർഡ് പ്രഖ്യാപിക്കുക മാത്രമല്ല ഇതിൻ്റെ പിന്നിലെ രഹസ്യമറിയാനും സമരം ആരംഭിച്ചിരിക്കുകയാണ് KSU.